ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമുക്കിന്ന് ഒക്ടോബർ മാസത്തിലെ 7-ാം തീയതിയിലത്തെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ നോക്കാം. ലോക പരുത്തി ദിനം എന്നാണ് ലോക പരുത്തി ദിനം? ഒക്ടോബർ 7 പരുത്തി ദിനം. 2019 മുതൽ എല്ലാ വർഷവും ഒക്ടോബർ 7 ലോക പരുത്തി ദിനമായിട്ട് ആചരിക്കുന്നു. 2019 മുതൽ എല്ലാ വർഷവും ലോക പരുത്തി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട് ഒക്ടോബർ 7. പരുത്തിയുടെ പ്രാധാന്യം ഉപഭോഗവും പരമാവധി വർദ്ധിപ്പിക്കുകയാണ് ലോക പരുത്തി ദിനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. 2025 ഒക്ടോബറിൽ രാജിവെച്ച ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രി ആരാണ്? 2025 ഒക്ടോബറിൽ രാജിവെച്ച ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രി ആരാണ്? സെബാസ്റ്റ്യൻ ലേക്കർനോ ആണ്. സെബാസ്റ്റ്യൻ ലേക്കർനോ. ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ആരാണ്? ഫ്രാൻസിൻ്റെ പ്രസിഡന്റാണ് ഇമാനുവൽ മാക്രോൺ. ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ആണ്. ചൈന ഓപ്പൺ ടെന്നീസ് ടൂർണമെൻറ്റിൽ കിരീടം നേടിയത് ആരാണ്? ചൈന ഓപ്പൺ ടെന്നീസ് ടൂർണമെൻറ്റിൽ കിരീടം നേടിയത് ആരാണ്? അമാൻഡ അനസിമോവയാണ് ചൈന ഓപ്പൺ ടെന്നീസ് ടൂർണമെൻറ്റിൽ കിരീടം നേടിയത്. അമാൻഡ അനസിമോവ. 2025 സെപ്റ്റംബറിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഏതാണ്? റഷ്യയാണ്. 2025 ഒക്ടോബറിൽ അന്തരിച്ച യുപിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും കൊച്ചി പോർട്ട് ട്രസ്റ്റ് മുൻ ചെയർമാനുമായ വ്യക്തി ആരാണ്? 2025 ഒക്ടോബറിൽ അന്തരിച്ച യുപിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് മുൻ ചെയർമാനുമായ വ്യക്തിയാണ് ഡോക്ടർ ജേക്കബ് തോമസ്. 2025 ഒക്ടോബറിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ആരാണ്? 2025 ഒക്ടോബറിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ആരാണ്? സഞ്ജു സാംസൺ. നെതർലൻഡ്സ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രീൻ ഡെസ്റ്റിനേഷൻ സംഘടനയുടെ ആഗോള സുസ്ഥിര വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ അടയാളപ്പെടുത്തുന്ന നൂർ ഗ്രീൻ ഡെസ്റ്റിനേഷൻ 2025 പട്ടികയിൽ സ്ഥാനം പിടിച്ച കേരളത്തിലെ സ്ഥലം എന്താണ്? നെതർലൻഡ്സ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രീൻ ഡെസ്റ്റിനേഷൻ സംഘടനയുടെ ആഗോള സുസ്ഥിര വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ അടയാളപ്പെടുത്തുന്ന നൂർ ഗ്രീൻ ഡെസ്റ്റിനേഷൻ 2025 പട്ടികയിൽ സ്ഥാനം പിടിച്ച കേരളത്തിലെ സ്ഥലം ഏതാണ്? ബേപ്പൂർ. ഏഷ്യയിലെ 32 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെട്ട പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ബേപ്പൂരും തമിഴ്നാട്ടിലെ മഹാബലിപുരമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുത്തത് ബേപ്പൂരും, രണ്ടാമത് മഹാബലിപുരം. തമിഴ്നാട്ടിലെ മഹാബലിപുരവും ബേപ്പൂരുമാണ് തിരഞ്ഞെടുത്തത്. സംസ്ഥാനത്തെ ആദ്യ ജലബന്ധാര തടയണ പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യ ജലബന്ധാര തടയണ പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? ഭാരതപ്പുഴയിലാണ്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ്. ഭാരതപ്പുഴയുടെ പുനരുജ്ജീവനമായൊക്കെ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ്. 2025 ഒക്ടോബർ 7 ഗാസയിൽ യുദ്ധം തുടങ്ങിയിട്ട് എത്ര വർഷം പൂർത്തിയായി? 2025 ഒക്ടോബർ 7 ഗാസയിൽ യുദ്ധം തുടങ്ങിയിട്ട് എത്ര വർഷം പൂർത്തിയായി? 2 വർഷം പൂർത്തിയായി. എന്നാണ് ഗാസയിൽ യുദ്ധം തുടങ്ങിയത്? 2023 ഒക്ടോബർ 7 2023 ഒക്ടോബർ 7 ഗാസയിൽ യുദ്ധം തുടങ്ങിയത്. 2025 വികസിത് ബിൽഡത്തോണിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? 2025 വികസിത് ബിൽഡത്തോണിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ശുഭാൻഷു ശുക്ല. ആരാണ്? ശുഭാൻഷു ശുക്ലയാണ്. അപ്പം ആക്സിയം മിഷൻ 4ൻ്റെ ഭാഗമായിട്ടാണ് ശുഭാൻഷു ശുക്ല ബഹിരാകാശ നിലയത്തിൽ എത്തിയത്. നാസയും ആക്സിയം സ്പേസും സംയുക്തമായി നടത്തുന്ന 4ാമത്തെ സ്വകാര്യ ബഹിരാകാശ യാത്രികാ ദൗത്യമാണ് ആക്സിയം മിഷൻ 4 എന്ന് പറയുന്നത്. അപ്പോൾ ആക്ഷൻ 4 എന്ന് പറയുന്നത് നാസയും ആക്സിയം സ്പേസും സംയുക്തമായി നടത്തുന്ന 4ാമത്തെ സ്വകാര്യ ബഹിരാകാശ യാത്രികയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് ശുഭാൻഷു ശുക്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയാണ്. ബഹിരാകാശത്തെത്തുന്ന 2ാമത്തെ ഇന്ത്യക്കാരൻ 1ാമത് രാകേഷ് ശർമ്മയാണ്. ശുഭാൻഷു ശുക്ല യു പി സ്വദേശിയാണ്. 18 ദിവസം ബഹിരാകാശ നിലയത്തിൽ തങ്ങി. എത്ര ദിവസമാണ്? 18 ദിവസമാണ് ശുഭാൻഷു ശുക്ല ബഹിരാകാശ നിലയത്തിൽ തങ്ങിയത്. ബഹിരാകാശത്ത് എത്തുന്ന 634ാമത്തെ വ്യക്തിയാണ് ശുഭാൻഷു ശുക്ല എന്ന് പറയുന്നത്. അപ്പം എത്ര ദിവസം തങ്ങി? 18 ദിവസം ബഹിരാകാശത്ത് തങ്ങി. വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം 2025 ലഭിച്ചത് ആർക്കൊക്കെയാണ്? വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം 2025 ലഭിച്ചത്?
ഒന്ന് മേരി ഇ ബ്രോങ്കോ, ഒന്ന് ആർക്കാണ്? മേരി ഇ ബ്രോങ്കോ, US ആണ്. രണ്ടെന്ന് പറയുന്നത് ഫ്രെഡ് റാംസ്ഡെല്ലാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് ഷിമോൺ സഗാഗുജിയാണ് മൂന്നാമത്തത്. മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം എങ്ങനെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നു എന്നതിനെ കേന്ദ്രീകരിച്ചായിരുന്നു ഗവേഷണം. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം എങ്ങനെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നു എന്നതിനെ കേന്ദ്രീകരിച്ചാണ് ഇവർ ഗവേഷണം നടത്തിയത്. ശരീരത്തിലെ സ്വന്തം കലകൾക്ക് നാശം വരാത്ത വിധം പുറമേ നിന്നുള്ള രോഗാണുക്കളെ മാത്രം നിർമ്മാർജ്ജനം ചെയ്യുന്ന പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് പ്രക്രിയയാണ് ഇതിന് ആധാരമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ്? പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് പ്രക്രിയയാണ് ഇതിന് ആധാരമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 പേർക്കാണ് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത്. മേരി ഇ ബ്രോങ്കോ, ഫ്രെഡ് റാംസ്ഡെൽ, ഷിമോൺ സഗാഗുജി. പ്രഥമ ഈ മലയാളി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പ്രഥമ ഈ മലയാളി പുരസ്കാരത്തിന് അർഹനായത് മേതിൽ രാധാകൃഷ്ണൻ. ആരാണ്? മേതിൽ രാധാകൃഷ്ണനാണ്. ശാസ്ത്രത്തെ സാഹിത്യത്തോട് അടുപ്പിച്ച ലേഖനങ്ങളും നിർമ്മിത ബുദ്ധി മുഖ്യ വിഷയമാക്കി 1999 പ്രസിദ്ധീകരിച്ച ദൈവം മനുഷ്യന് യന്ത്രം എന്ന കൃതി മുൻനിർത്തിയാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 1999 പ്രഖ്യാപിച്ച ദൈവം മനുഷ്യന് യന്ത്രം എന്ന കൃതി മുൻനിർത്തിയാണ് പുരസ്കാരം നൽകിയത്. ടൂറിസം മാനവ വിഭവശേഷി രംഗത്തെ മികവിന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ പുരസ്കാരം നേടിയത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിനാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ്. രാജ്യത്ത് ആദ്യമായി സർക്കാരിൻ്റെ അവാർഡ് സമിതിയിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ ഉൾപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ് രാജ്യത്ത് ആദ്യമായി സർക്കാരിൻ്റെ അവാർഡ് സമിതിയിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ ഉൾപ്പെടുത്തിയ സംസ്ഥാനം കേരളം. 2025 ഒക്ടോബർ അന്തരിച്ച കർഷകശ്രീ 2002 പുരസ്കാര ജേതാവ് ആരാണ്? 2025 ഒക്ടോബറിൽ അന്തരിച്ച കർഷകശ്രീ 2002 പുരസ്കാര ജേതാവ് ആരാണ്? TV തോമസ്. ആരാണ്? TV തോമസിനാണ് 2002 കർഷകശ്രീ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം 2025 ഒക്ടോബറിൽ എന്ത് ചെയ്തു? അന്തരിച്ചു. 2025 ഒക്ടോബറിൽ അന്തരിച്ചു. രവീന്ദ്രൻ മാസ്റ്റർ മ്യൂസിക് ട്രസ്റ്റ് ഏർപ്പെടുത്തിയ രവീന്ദ്ര പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? രവീന്ദ്രൻ മാസ്റ്റർ മ്യൂസിക് ട്രസ്റ്റ് ഏർപ്പെടുത്തിയ രവീന്ദ്ര പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? KS ചിത്രയാണ്. KS ചിത്രയ്ക്കാണ് രവീന്ദ്രൻ മാസ്റ്റർ മ്യൂസിക് ട്രസ്റ്റ് ഏർപ്പെടുത്തിയ രവീന്ദ്ര പുരസ്കാരത്തിന് അർഹനായത്. 2025 ഒക്ടോബറിൽ പ്രമുഖ ബ്രിട്ടീഷ് നോവലിസ്റ്റ് മാധ്യമപ്രവർത്തകനുമായ വ്യക്തി ആരാണ്? വിയോഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. 2025 ഒക്ടോബറിൽ അന്തരിച്ച പ്രമുഖ ബ്രിട്ടീഷ് നോവലിസ്റ്റ് മാധ്യമപ്രവർത്തകനുമായ വ്യക്തി ആരാണ്? ജില്ലി കൂപ്പർ. ജില്ലി കൂപ്പറാണ് 2025 ഒക്ടോബറിൽ അന്തരിച്ച പ്രമുഖ ബ്രിട്ടീഷ് നോവലിസ്റ്റ് മാധ്യമപ്രവർത്തകനുമായ വ്യക്തി. ഓക്കെ, താങ്ക് യു. വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഡെയിലി കറണ്ട് അഫേഴ്സൊക്കെ നന്നായിട്ട് നോക്കുക. താങ്ക് യു.